എന്റെ മാനം നീ കളഞ്ഞില്ലേ? ഒരു പിച്ചക്കാരനെ പ്രേമിച്ചാ പോലും നിനക്ക് കല്യാണം കഴിച്ചു തന്നേനെ. പക്ഷേ നീ ആരെയാ പ്രേമിച്ചെന്നറിയാവോ? ആരുടെ നിഴല് പെട്ടാൽ അത് പാവം ഞാൻ വിചാരിച്ചോ അവന്റെ അനിയന്. അപ്പൊ അവന്റെ ചേട്ടൻ എന്റെ അനിയത്തെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് വേറെ ഒരു ചെറുക്കനെ അവക്ക് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷേ അവന് ആദ്യമേ ഒരു കല്യാണം കഴിഞ്ഞിരുന്നതാ. അവൻ ആദ്യമേ ഒരു കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അവൻ ഒരു ചീത്ത മനുഷ്യനാ. ഡെയിലി എന്റെ അനിയത്തിനെ ഇനിയോ തന്നെ പ്രേമിച്ചതല്ലേ നീ എന്ന് കുത്തി അവളെ കഷ്ടപ്പെടുത്തിയതാ. ഒരു സൈഡ് പ്രേമിച്ചവനും കൈവിട്ടുപോയി, ഇനി ഒരു സൈഡ് കല്യാണം കഴിച്ചവന്റെ കൂടെ പ്രശ്നം. അവന്റെ ടോർച്ചർ താങ്ങാണ്ട് എന്റെ കൊച്ചു മരുന്ന് കഴിച്ച് മരിച്ചുപോയി. ഇതിനൊക്കെ കാരണം ആരാന്നറിയാവോ? അവന്റെ ചേട്ടൻ. അതുപോലത്തെ കുടുംബത്തിൽ നിനക്ക് പോയി ജീവിക്കണോ? ഒന്നു മാത്രം സത്യവാ, നിനക്ക് കല്യാണം ആയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവന്റെ അനിയന് മാത്രം നിന്നെ ഞാൻ കല്യാണം കഴിച്ച് കൊടുക്കത്തില്ല. ജോത്സ്യനെ വരാൻ പറ. ഒരു നല്ല മുഹൂർത്തമായിട്ട് നോക്കി നിനക്ക് കീർത്തിക്ക് ഞാൻ കല്യാണം ചെയ്ത് വെക്കാം. കഴിക്കും മോനെ. മോനെ, അവള് നല്ല പെണ്ണാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്. ഈ വീട് ചോദിച്ച മരുമകൾ തന്നെയാണ്. പക്ഷേ അവളുടെ അച്ഛൻ നമ്മുടെ കുടുംബം എപ്പോൾ പിരിയുമെന്ന് കാത്തിരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ആ പെണ്ണ് ഈ വീട്ടിലോട്ട്. വേണ്ട ചേട്ടാ, ഞാൻ അവളെ മറന്നേക്കാം. ഇതെന്താ മോനെ നീ ആലോചിച്ചോണ്ട് ചോറിട്ടിളക്കിക്കൊണ്ടിരിക്കുന്ന? അയ്യോ, മുഴുവൻ കഴിക്കുന്നതിന് മുന്നേ തന്നെ കൈ കഴുകിയല്ലോ മോനെ നീ. മാഡം കഴിക്കും മാഡം. എനിക്കൊന്നും വേണ്ട മാഡം. ഇങ്ങനെ കഴിക്കാതിരുന്ന വല്ല അസുഖം വരില്ലേ മാഡം? എനിക്ക് എന്ത് സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്താ? ഒന്ന് പോകുന്നുണ്ടോ? അങ്ങുന്നേ, മോളെ വളർത്താൻ വേണ്ടിട്ട് എന്തോരം കഷ്ടപ്പെട്ടു. ഇത് കണ്ടില്ലേ, പച്ചവെള്ളം പോലും കുടിക്കാതിരിക്കുക. അങ്ങുന്നതിന്റെ മനസ്സ് വേദനിക്കുന്നില്ലേ? കീർത്തി, നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരാമോ? കീർത്തി, എന്താ ഇത് ലക്കേജോടുകൂടി വന്നിരിക്കുന്നേ? എന്റെ അച്ഛൻ മറ്റൊരു ചെറുക്കനുമായി എന്റെ കല്യാണം നിശ്ചയിച്ചു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാ. വാ, നമുക്ക് എവിടേക്കെങ്കിലും ഓടിപ്പോവാം. നോക്കിയ കീർത്തി, എപ്പോ നിങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലയോ, അപ്പൊ അതിനെ ഞാൻ നിന്നെ മറന്നു. നിന്റെ അച്ഛൻ നോക്കി ചെക്കനെ തന്നെ കല്യാണം കഴിച്ചേക്ക്. ഇതൊക്കെ നമ്മൾ ഈ രാത്രിയിൽ സംസാരിക്കുന്നത്
എന്റെ ചേട്ടൻ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റായേക്കും. ഞാൻ ചേട്ടനെ വളരെ ചേട്ടൻ 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 എന്ത് പറഞ്ഞാലും ചേട്ടനേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാനാണോ പ്രധാനം, അല്ലെങ്കിൽ നിങ്ങൾ ചേട്ടനോ? എനിക്ക് എന്റെ ഏട്ടനാ വലുത്. നോക്ക്, നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് പറയും, നിങ്ങൾക്ക് എന്നെ മറന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയോ? അതെനിക്കറിയില്ല. പക്ഷെ എന്റെ ഏട്ടന് ദ്രോഹം ചെയ്തിട്ട് തീർച്ചയായും എന്നെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ കീർത്തി, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു. ഇതിനു ശേഷം എന്നെ ഓർത്ത് നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. ദൈവത്തിനോട് ക്ഷമിച്ചേക്ക്, ഇവിടുന്ന് പോയേക്ക്. ആ ശങ്കര, ഇതെന്താ ഇത്? എന്റെ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്താ ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത്? മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച പെണ്ണ് വാ നമുക്ക് ഓടിപ്പോകാന്ന് പറഞ്ഞപ്പോ തെറ്റ്. എന്റെ ചേട്ടനെ വിട്ട് ഞാൻ വരില്ല. ചേട്ടനാണ് എനിക്കെല്ലാം എന്ന് എന്റെ അനിയൻ പറഞ്ഞില്ലേ? അവന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് രമേശ? ഇതുവരെയും ഞാൻ കൊടുത്തെല്ലാം അവൻ ഇഷ്ടപ്പെട്ട് നോക്കിയാണ് വാങ്ങിച്ചത്. പക്ഷെ അവനിപ്പോ ഒരു പെണ്ണെ ഇഷ്ടപ്പെടുന്നു പറയുമ്പോ അവര് രണ്ടുപേരും വേർപിരിക്കുന്നത് എനിക്ക് ന്യായമായി തോന്നുന്നില്ല രമേശ. എന്റെ അനുജന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. 5000 തേങ്ങ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുൻസാമിയുടെ തോട്ടത്തിൽ നിന്ന് 2500 തേങ്ങ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാലുവഴിയിലുള്ള ബായി ഉണ്ടല്ലോ, അവിടെ നിന്ന് 250 ചാക്ക് അരിയും വന്നിട്ടുണ്ട്. ഇവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്തിനാ വന്നെന്ന് ചോദിച്ചു പറ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സഹായം ചോദിക്കാൻ വന്നതാണ്. അന്ന് ഞാൻ നിങ്ങളുടെ അനിയത്തിയെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവേത് അതിനുള്ള ശിക്ഷ എന്റെ അനുജന് കൊടുക്കരുത്. ഇപ്പോ എന്റെ അനുജന് നിങ്ങളുടെ മകളെ ചോദിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. വലിയ മനസ്സ് തോന്നി ദയവേദി കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ പാവന്നോർത്ത് വേറെ നാട്ടിൽ നീ നാട്ടിലോട്ട് വന്നു. ഇപ്പോ നിന്റെ അടുത്ത് സംബന്ധം പറയണോ? ഇത്രയും വർഷം നിന്റെ നിഴല് പോലെ എന്റെ മേത്ത് പെടാൻ പാടില്ലെന്ന് ഞാൻ ഒതുങ്ങിയിരുന്നു. ഇപ്പോ എന്റെ ശബ്ദം ഞാൻ വിട്ടുകളയണോ? ശരി, ഞാൻ എന്റെ വാനം, റോഷം, അന്തസ് എല്ലാം വിട്ടുകൊടുത്തേക്കാം. അത് മാത്രമല്ല, എന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു തരാം. അതിന് നീ എന്ത് ത്യാഗം ചെയ്യും? എന്ത് ത്യാഗമാണ് ചെയ്യേണ്ടത് പറയൂ. എന്റെ ജീവൻ വിട്ടേരെ. അത്രേ ഉള്ളൂ, ഞാൻ തയ്യാറാ. ഡാ, നിന്റെ ജീവൻ കളഞ്ഞ എനിക്കെന്ത് ലാഭം? നീ ആരുടെ മേത്ത് ജീവൻ വെച്ചിട്ടുണ്ടോ അവരെ വിട്ടിട്ട് പോ. നിന്റെ അനിയന്മാരുടെ മേത്താ നീ ജീവൻ വെച്ചേക്കുന്നെ. അവരെ വിട്ടിട്ട് നീ പോ. നിനക്ക് മനസ്സിലായില്ലേ? ചേട്ടെന്ന് പറഞ്ഞ സ്ഥാനം വിട്ടിട്ട് പോ. എപ്പോ നിന്റെ അനിയൻ എന്റെ മോളുടെ കഴുത്തിൽ താലി കിട്ടുന്നോ അപ്പോഴേ നിങ്ങളുടെ രണ്ടുപേരുള്ള സംബന്ധം പിരിഞ്ഞു പോയേക്കണം. അത് കഴിഞ്ഞ് അവരുടെ കണ്ണി പോലും നീ പെട്ടുപോകരുത്. നാട് വിട്ടു പോയേക്കണം. ഇതിനെല്ലാത്തിനും നീ സമ്മതിച്ചാൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കും. എന്താ പറയുന്നേ? ചേട്ടൻ 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 എന്ത് പറഞ്ഞാലും ചേട്ടനേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാനാണോ പ്രധാനം, അല്ലെങ്കിൽ നിങ്ങൾ ചേട്ടനോ? എനിക്ക് എന്റെ ചേട്ടനാ വലുത്. ശരി, അങ്ങനെയാണെങ്കിൽ സത്യം ചെയ്തതാ.